വിഷുദിനത്തിൽ ഗുരുവായൂർ വലിയ ഭക്തജന തിരക്കാണ് അനുഭവപ്പെടുന്നത്. രാവിലെ മുതൽ തന്നെ വലിയ ജനക്കൂട്ടം ഗുരുവായൂർ ക്ഷേത്രത്തിലേക്ക് എത്തുന്നു. ഇന്നലെ അതായത് പുലർച്ചെ 2:55 മുതൽ 3:55 വരെയായിരുന്നു ഈ കണി ഒരുക്കുന്നതിൻ്റെ അല്ലെങ്കിൽ കണി ദർശനം ഉണ്ടായിരുന്നത്. അത് വൈകിട്ട് അത്താഴപൂജയ്ക്ക് ശേഷം കീഴ്ശാന്തിമാരുടെ നേതൃത്വത്തിൽ ഒരുക്കങ്ങളൊക്കെ പൂർത്തിയായതിനു ശേഷം മേൽശാന്തി TM നാരായണൻ നമ്പൂതിരി അദ്ദേഹം ശ്രീകോവിലെത്തിയാണ് ഈ കണ്ണനെ അണിയിച്ചൊരുക്കുന്നതും മറ്റ് ചടങ്ങുകളൊക്കെ കഴിഞ്ഞത്. അതിനുശേഷം തന്നെ കൃത്യം 2:55 ഈ ചടങ്ങുകൾ അതായത് ദർശനം ആരംഭിച്ചു. 3:55 വരെ ഏതാണ്ട് 1 മണിക്കൂറോളമാണ് ഈ ദർശനത്തിനുള്ള സമയം ക്രമീകരിച്ചിരിക്കുന്നത്. എന്തായാലും ഇന്നലെ രാത്രി മുതൽ തന്നെ ഗുരുവായൂർ ക്ഷേത്രത്തിൽ വലിയ തിരക്കാണ് അനുഭവപ്പെട്ടിരുന്നത്. കാരണം നമുക്കറിയാം വിഷുദിനത്തിൽ ഏറ്റവും പ്രത്യേകത എന്ന് പറയുന്നത് മലയാളികളെ സംബന്ധിച്ചിടത്തോളം ഗുരുവായൂർ ക്ഷേത്രത്തിലെത്തുക, ഗുരുവായൂരപ്പനെ കണി കാണുക എന്നുള്ളതാണ്. അതെന്തായാലും ഭംഗിപൂർവ്വം തന്നെ നടന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ള കാര്യം തന്നെയാണ് ഏറ്റവും എടുത്തു പറയാനുള്ളത്. കാരണം ഇന്നലെ മുതൽ തന്നെ വലിയ ഭക്തജന തിരക്കുണ്ടായിരുന്നു. നിരവധി ആളുകളാണ് ഇതിനോടകം തന്നെ എത്തിയിട്ടുള്ളത്. നമുക്ക് കാണാൻ കഴിയും ഒരുപാട് ആളുകൾ ഈ ക്ഷേത്രത്തെ ദർശനത്തിനായിട്ട് എത്തുന്നു. എല്ലാം നമ്മൾ കാണുന്ന പോലെ തന്നെ എല്ലാ വർഷത്തെയും പോലെ തന്നെ വലിയ തിരക്ക് ഇത്തവണയും ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. അത് എടുത്തു പറയേണ്ടത് എല്ലാ ക്രമീകരണങ്ങളും ഒരുക്കിക്കൊണ്ട് കൃത്യമായിട്ടായിരുന്നു അതിൻ്റെ ക്രമീകരണങ്ങളൊക്കെ തന്നെയും. കാരണം വലിയ തിരക്ക് അനുഭവപ്പെടുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത്. അതുകൊണ്ട് തന്നെ അതിനുവേണ്ട എല്ലാ മുൻകരുതലുകളും എടുത്തുകൊണ്ടാണ് അത്തരത്തിൽ ക്രമീകരണങ്ങളൊക്കെ പുരോഗമിച്ചത്. എന്തായാലും ഇവിടെ 2 ചേച്ചിമാർ നിൽക്കണം, നമുക്ക് അവരുടെ തന്നെ ചോദിക്കാം. ചേച്ചി, ദർശനം നടത്തി എപ്പോഴാവുന്നത്? രാവിലെ 5:30. ഉള്ളി കയറിയില്ല. അതെന്ത് പറ്റി? ശീവേലി കണ്ട് തിരക്കല്ലേ, ഉള്ളി കയറാൻ പറ്റിയില്ല. ഇല്ല, അതേറ്റ് വന്നതാണ്. വിഷു ആഘോഷമൊക്കെ എന്തായി? അടിപൊളിയാക്കിയില്ലേ? അടിപൊളി. എല്ലാവരും വിഷു ആഘോഷമൊക്കെ അതിഗംഭീരമായിട്ട് തന്നെ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. എന്തായാലും ഗുരുവായൂർ ക്ഷേത്രത്തിൽ വലിയ ഭക്തജന തിരക്ക് തന്നെയാണ് അനുഭവപ്പെടുന്നത്. ഇപ്പോഴും തിരക്കിന് ഒട്ടും കുറവില്ല. ഏതാണ്ട് സമയം അടുക്കുമ്പോഴും വലിയ ആളുകൾ തന്നെയാണ്, ജനക്കൂട്ടം തന്നെയാണ് ക്ഷേത്രത്തിലേക്ക് എത്തുന്നത്. എല്ലാ ക്രമീകരണങ്ങളും ഒരുക്കി കഴിഞ്ഞു. ഇന്നലെ കൃത്യമായിട്ടുള്ള ചടങ്ങുകളോടുകൂടി തന്നെ ഈ ദർശനമൊക്കെ വലിയ രീതിയിൽ പുരോഗമിക്കുകയാണ്. എന്തായാലും ആളുകളൊക്കെ തന്നെയും വലിയ സന്തോഷത്തിൽ തന്നെയാണ് എത്തി നിൽക്കുന്നത്.